നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മനോഹരമായൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി, ഗേറ്റഡ് വില്ലയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ മനോഹരമായ ഗേറ്റഡ് വില്ല പ്രൊജക്റ്റിൻ്റെ നല്ലൊരു വീട്ടു വിശേഷങ്ങളിലേക്ക് പോകാം. ആദ്യം ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് പടമുകളിൽ നിന്ന് 350 മീറ്റർ മാത്രം ദൂരത്തായും, കളക്ട്രേറ്റിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രം ദൂരത്തായും, ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രം ദൂരത്തായും, പാലാരിവട്ട ജംഗ്ഷനിൽ നിന്നും വെറും 4 കിലോമീറ്റർ മാത്രം ദൂരത്തായും, തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രം ദൂരത്തായാണ് ഈ മനോഹരമായ ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റി നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് 4 വീടുകളാണ്. അതിലൊരു വീടിൻ്റെ വിശേഷങ്ങൾ നമുക്കിന്ന് പങ്കുവയ്ക്കാം. 5 സെൻറ്റിലാണ് ഈ വീട് വരുന്നത്. 5 സെൻറ്റിൽ 2500 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ്. 2 കാറുകൾ ഒരേ സമയത്ത്, 2 അല്ലെങ്കിൽ 3 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മനോഹരമായൊരു ട്രഡീഷണൽ ഡിസൈനാണ് ഈ വീടിൻ്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തായി ചെറിയൊരു ഗാർഡൻ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. വലിയൊരു മെയിൻ ഡോറാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കിടക്കുന്നത് ഗസ്റ്റ് ലിവിങ് സ്പേസ് പ്ലസ് ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയൊരു ഏരിയ ആണിത്. ഇവിടെ വുഡ് ആണ് നമുക്ക് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ കോർട്ട്യാർഡെല്ലാം വീടിന് സൈഡ് വശത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നു. സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. സ്പോട്ടിംഗ് ലൈറ്റുകളെല്ലാം നൽകിയിട്ടുണ്ട്. മനോഹരമായ രീതിയിലാണ് ഇൻറ്റീരിയർ വർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വിത്ത് ഫർണിഷറായിട്ടാണ് ഈ വീട് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു ഡൈനിങ് ഏരിയ ആണ് ഇത് ഈ സൈഡിൽ വരുന്നത്. ഇവിടെ എല്ലാം മനോഹരമായ രീതിയിൽ ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളെല്ലാം ഓപ്പൺ കിച്ചൺ കൗണ്ടറായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇവിടെ എല്ലാം സീലിംഗ് ഫാനുകളും നൽകിയിട്ടുണ്ട്. നല്ല മനോഹരമായൊരു ഡിസൈനിലാണ് നമുക്ക് കാണാം. ഇൻറ്റീരിയർ വർക്കുകളിൽ നല്ല ശ്രദ്ധ നൽകി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചൺ സൈഡിലേക്ക് പോയാൽ ധാരാളം കബോർഡ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. കിച്ചണിൽ വുഡും ഹോബും എല്ലാം നൽകി നല്ല മനോഹരമായ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ലപ്പോത്ര ഗ്രാനൈറ്റാണ് കിച്ചൺ ടോപ്പിനായി ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ ഒതുങ്ങിയ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. കൂടാതെ ഒരു ഓവനും നമുക്ക് ഈ കിച്ചണ് അവൈലബിൾ ആണ്. കിച്ചണിൻ്റെ ബാക്ക് വശത്തായി ഒരു വർക്ക് ഏരിയയും നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെയും വാഷ് ബേസിനും നൽകി മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് നൽകി തന്നെയാണ് ഈ വർക്ക് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് ഒരു ബെഡ്റൂമാണ്, മാസ്റ്റർ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയൊരു ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വലിയൊരു വാർഡ്രോബാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു ബെഡ്, കിങ് സൈസ് ബെഡ് നമുക്കിവിടെ അവൈലബിൾ ആണ്. സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. സീലിംഗ് ഫാനുകളും നൽകിയിട്ടുണ്ട്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല നീളത്തിലുള്ളൊരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള സാനിറ്ററി ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സെപ്പറേഷൻ ചെയ്തിരിക്കുന്നു. വെറ്റ് ആൻഡ് ഡ്രൈ മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഫസ്റ്റ് ഫ്ലോർ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നിർമ്മിച്ചിരിക്കുന്നത് വുഡും അതുപോലെ GI സ്ക്വയർ ട്യൂബിലുമാണ്. ഫ്ലോറിങ്ങിന് ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി ചെന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായ രീതിയിലാണ് ഈ ലിവിങ് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊരു കിഡ്സ് ബെഡ്റൂമാണ്. നല്ല മനോഹരമായ രീതിയിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു ലൊക്കേഷനിലാണ് ഈ വില്ല പ്രൊജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ റോഡ് ഫ്രണ്ടേജായാണ് ഇത് വരുന്നത്. ഇതിൻ്റെ വാട്ടർ സോഴ്സിനായി കിണർ വെള്ളവും KW കണക്ഷനുമാണ് നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം സൈഡിലേക്ക് പോയാൽ ഒരു ഡിവൈഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ കമ്പാർട്ട്മെൻറ്റായി തിരിച്ചിരിക്കുന്നു.
ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. നല്ല ക്വാളിറ്റിയുള്ള ഗ്യാരണ്ടിയോട് കൂടിയ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ തേർഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ വാൾപേപ്പറെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് വാളുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. മാത്രമല്ല സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും വലിയ വാർഡ്രോബ് സൗകര്യവും നമുക്ക് ഇവിടെയും ലഭ്യമാണ്. ഈ ബാത്റൂമും ഒരു വെറ്റ് ആൻഡ് ഡ്രൈ കമ്പാർട്ട്മെൻറ്റായി തിരിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും അതുപോലെ തന്നെ എക്സോസ്റ്റ് സൗകര്യങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഒരു സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്. ഒരു മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയാൻ വിധത്തിലുള്ള നല്ല സ്പേഷ്യസ് ആയി തന്നെ ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഷെൽഫുകളും ടേബിളും എല്ലാം ഒരു സൈഡിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അത് അത്യാവശ്യം വർക്കെല്ലാം ചെയ്യാൻ പറ്റിയൊരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ എല്ലാ ബാത്റൂം പോലെ തന്നെ ഡിവൈഡായി തന്നെയാണ് ഈ ബാത്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ഇവിടെയെല്ലാം ജാഗോൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. തീർത്തും വിശ്വസിച്ച് വാങ്ങാവുന്ന വിധത്തിലുള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രമാണ് വീട് നിർമ്മിച്ചിരിക്കുന്നതെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ നിന്ന് ഒരു എൻട്രി ബാൽക്കണിയിലൊക്കെ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിൽ പ്ലാന്റുകളെല്ലാം ഡിസൈൻ ചെയ്ത് ഒരു വുഡൻ ഫിനിഷിലാണ് ഫ്ലോറിങ് ചെയ്ത് മനോഹരമാക്കിയ ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ വീടിന് 2 ബാൽക്കണികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സെക്കൻഡ് ബാൽക്കണിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് ടെറസിലേക്കുള്ള സ്റ്റെയർകേസും നൽകിയിരിക്കുന്നത്. കാക്കനാടിൻ്റെ ഹൃദയഭാഗമായ പടമുകളിലാണ് ഈ വില്ല പ്രൊജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. പടമുകളിൽ നിന്ന് ജസ്റ്റ് 350 മീറ്റർ മാത്രം ദൂരത്തായാണ്. കാക്കനാടുള്ള ഇൻഫോ പാർക്കിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ മാത്രം ദൂരവും, കാക്കനാട് കളക്ട്രേറ്റിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം ദൂരവും, പാലാരിവട്ടത്തിൽ നിന്ന് 4 കിലോമീറ്ററോളം ദൂരം മാത്രമാണ് ഈ വില്ല പ്രൊജക്റ്റിലേക്ക് വരുന്നത്. 5 സെൻറ്റിലാണ് 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ്. മനോഹരമായൊരു ഗേറ്റഡ് 24 അവേഴ്സും സെക്യൂരിറ്റി സേവനമുള്ള മനോഹരമായൊരു ഗേറ്റഡ് ഒരു വില്ല പ്രൊജക്റ്റാണിത്. ഇതിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ഇതിന് ചോദിക്കുന്ന വില 2.5 CR ആണ്. തീർച്ചയായും വില നെഗോഷ്യബിളാണ്. മനോഹരമായ ഈ വില്ല പ്രൊജക്റ്റ് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ നമ്പറുമായി ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള വീടുകളുടെ വീഡിയോ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി ഇത് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്ക് ഞങ്ങൾ ഹോം ലോണും എടുത്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും